കാറ്ററ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി നിലവിൽ ഓരോ DA ഓഫീസുകളിൽ നിന്നും ഓരോ കാറ്റഗറിക്കും ഉള്ള ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ വെരിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള രേഖകൾ, ഒന്ന് കാറ്ററ്റിൻ്റെ ഹാൾ ടിക്കറ്റ്, അതായത് എക്സാം എഴുതുന്ന സമയത്തെ ഹാൾ ടിക്കറ്റ്, അതിൽ ഇൻവിജിലേറ്ററിൻ്റെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. 2 കാറ്ററ്റിൻ്റെ റിസൾട്ട്, അതായത് റിസൾട്ട് വന്നതിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം, സ്ക്രീൻഷോട്ട് പറ്റില്ല, കറക്റ്റ് പ്രിൻ്റ് ഔട്ട് തന്നെ വേണം. 3 SLC സർട്ടിഫിക്കറ്റ്, 4 +2, പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റും കൺസോളിഡേറ്റ് മാർക്ക് ലിസ്റ്റും, പിന്നെ B.Ed അല്ലെങ്കിൽ D.Ed അല്ലെങ്കിൽ DTC ഏതാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് 90-ൽ താഴെ മാർക്കുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും, പിന്നെ ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് കേരളത്തിന് പുറത്തുനിന്ന് പഠിച്ചവർക്ക് മാത്രം മതി, കേരളത്തിനകത്താണെങ്കിൽ ഇതിന് ആവശ്യമില്ല. പിന്നെ ജെന്യൂനിറ്റി എന്തിനാണെന്ന് വെച്ചാൽ അവരവിടെ അവർ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖ. അപ്പം ഇത്രയും സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഇതിൻ്റെ കോപ്പിയും ഇത് രണ്ടും സബ്മിറ്റ് ചെയ്യണം. ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റിന് പുറത്തുനിന്ന് പഠിച്ചവർക്ക് ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഈ B.Ed ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും അതുപോലെ സ്കോർ കാർഡിൻ്റെ കോപ്പി, പിന്നെ ഈ ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഓരോ യൂണിവേഴ്സിറ്റികളിലും ചലാൻ അടയ്ക്കണം. അത് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഒരു സൈറ്റായിരിക്കും. ചലാൻ അടിച്ചതിൻ്റെ റെസീപ്റ്റും ഈ 3 കോപ്പിയും എക്സ്ട്രാ, ഈ 3 കോപ്പി സെപ്പറേറ്റ് ആയിട്ട് അവിടെ DA ഓഫീസിൽ കൊടുക്കും. എന്നിട്ട് അവർ ഈ ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ DA ഓഫീസിൽ നിന്നും അതാത് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കും. എന്നിട്ട് അവിടെ നിന്നായിരിക്കും ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റ് തിരിച്ച് DA ഓഫീസിലേക്ക് വരും. അപ്പം ഇത്രയും കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്.